മുദ്രാ യോജന പ്രകാരം ഒരു ഗ്യാരണ്ടിയുമില്ലാതെ 26 ലക്ഷം കോടി രൂപ നമ്മുടെ ബാങ്കുകൾ ഈ രാജ്യത്തെ ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് നൽകി. ഇതിൽ തന്നെ, അതായത് മുദ്രാ ലോൺ ലഭിച്ചവരിൽ തന്നെ 8 കോടി ആളുകൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അത്രയും ആളുകൾക്ക് പുതുതായി തൊഴിൽ ലഭിച്ചു. ഇതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് PM സ്വനിധി. തെരുവ് കച്ചവടക്കാരുടെ ജീവിതത്തിലാദ്യമായി ബാങ്കുകൾ അവർക്ക് ബിസിനസ് ചെയ്യാൻ ലോണുകൾ കൊടുത്തു, അതും വിത്തൗട്ട് ഗ്യാരണ്ടി. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതം, അനുഭവം, അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പന്നരുടെ ദാരിദ്ര്യവും കണ്ടിട്ടുണ്ട്, ദരിദ്രരുടെ സമ്പന്നതയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തൊരു സാഹസികമായ തീരുമാനമായിരുന്നു ഒരു ഈടും നൽകാതെ തെരുവ് കച്ചവടക്കാരായ സഹോദരങ്ങൾക്ക് ലോൺ ലഭിക്കണമെന്നത്. PM സ്വനിധി പ്രകാരം ലോൺ ലഭിച്ച ഈ രാജ്യത്തിൻ്റെ പല കോണിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഡൽഹിയിൽ വന്ന് എന്നെ കണ്ടിരുന്നു. പക്ഷേ അത് ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല, ചർച്ച ചെയ്തില്ല. കോവിഡിൻ്റെ കാലം ഓർമ്മയുണ്ടോ? ഈ തെരുവ് കച്ചവടം മുഴുവൻ ഇല്ലാതായപ്പോൾ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ട് നമുക്കുണ്ടായി എന്ന് ഓർമ്മയുണ്ടോ? അവർക്കും ആ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു, രാജ്യത്തിൻ്റെ ശക്തിയായ ഈ സഹോദരങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്ന്. പലരും അവരെ കളിയാക്കിയിരുന്നു. പഠിപ്പില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, സംസ്കാരമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് തെരുവ് കച്ചവടക്കാരാണ്. പക്ഷേ ഞാൻ പറയുന്നു, തെരുവ് കച്ചവടക്കാരായ എൻ്റെ ഈ സഹോദരങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യയുടെ മുഖമാണ്, ഡിജിറ്റൽ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാരാണ്. നമ്മുടെ രാജ്യത്തുള്ള എംബസികളിലെ ഉദ്യോഗസ്ഥർ അവരുടെ രാജ്യങ്ങളിലെ പ്രതിനിധികൾ വരുമ്പോൾ ഈ തെരുവ് കച്ചവടക്കാരടുത്ത് കൊണ്ടുപോയി UPI ട്രാൻസാക്ഷൻ ചെയ്ത് കാണിക്കും. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ ഈ കഠിനാധ്വാനമുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, അവരെ അഭിനന്ദിക്കേണ്ടതാണ്. അത് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് ഒരു തീരുമാനമെടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വേദി ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. നിങ്ങളതിനെ ദുരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഒരുപക്ഷെ കേട്ടറിവ് പോലും ഉണ്ടാകില്ല നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ച്. കാരണം മാധ്യമങ്ങളതൊന്നും പറയാറില്ല. നമ്മുടെ രാജ്യത്ത് ചില വനിതാ സ്വയം സഹായ സംഘങ്ങളുണ്ട്. 10-15 സ്ത്രീകൾ ചേർന്ന് ചെറിയൊരു സംഘം രൂപീകരിച്ച് പപ്പടമുണ്ടാക്കിയും അച്ചാറുണ്ടാക്കിയും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഗ്രാമങ്ങളിൽ. ആ സംഘങ്ങളിലെ സാധാരണ സ്ത്രീകൾക്ക് എൻ്റെ സർക്കാർ 1000-ലധികം ഡ്രോണുകൾ സൗജന്യമായി നൽകി. വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന, സിനിമ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണല്ല. കാർഷിക മേഖലയിലെ പുരോഗതി വിലയിരുത്തുന്നതിനും കാർഷിക മേഖലയ്ക്ക് സഹായം ചെയ്യുന്നതിനുമുള്ള ഡ്രോണുകൾ. നമ്മുടെ ഗ്രാമത്തിൽ സൈക്കിൾ പോലും ചവിട്ടാനറിയാത്ത സ്ത്രീകളുണ്ട്. അത്തരം സ്ത്രീകളുടെ ഭാവി മാറ്റിമറിച്ചതാണ് ഞാൻ നൽകിയ ഡ്രോൺ പദ്ധതി. ഡ്രോൺ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. എനിക്ക് വേണമെങ്കിൽ യുവാക്കൾക്ക് നൽകാമായിരുന്നു. പക്ഷേ ഈ സ്ത്രീകൾക്ക് കൊടുക്കണമെന്നത് ഞാൻ ചിന്തിച്ചുറപ്പിച്ചെടുത്ത തീരുമാനമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ചില സ്ത്രീകൾ ട്രാക്ടർ ഓടിക്കുന്നത് കാണുമ്പോൾ സ്ത്രീകൾ ട്രാക്ടർ ഓടിക്കുന്നോ, അതിനൊക്കെ ആയോ എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് വരുന്നത്. ആ ചിന്താഗതി എനിക്ക് മാറ്റിമറിക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അവരെ ഞാൻ ഡ്രോൺ പൈലറ്റ് ആക്കുകയാണ് ചെയ്തത്. ഒരു ഗ്രാമത്തിൻ്റെ പഴയ ചിന്താഗതികൾ പൂർണ്ണമായി മാറ്റിമറിക്കുന്നതിനുള്ളൊരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു അത്. ഞാൻ മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം പറയാം. നമ്മുടെ ഗ്രാമങ്ങളിലെ ആശാ വർക്കർ, അംഗനവാടി വർക്കർ ഉണ്ടല്ലോ, ഗുജറാത്തിൽ ഞാൻ പറഞ്ഞു, അത്തരം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എയർ ഹോസ്റ്റസിനേക്കാൾ മികച്ച യൂണിഫോം നൽകണമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം വലിയ മാറ്റമാണ് ഉണ്ടായത്. സാധാരണ ഗ്രാമത്തിൽ പോലീസ് യൂണിഫോമിലുള്ള ആളുകളെയാണ് അവരാണ് സർക്കാരിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഈ യൂണിഫോം മാറ്റിയതിന് ശേഷം ആശാ വർക്കർമാരെയും അംഗനവാടി വർക്കർമാരെയും ഒക്കെ ഗ്രാമത്തിലെ ജനങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങി. അവരെ അവർ സർക്കാരായി കാണാൻ തുടങ്ങി. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തെ ഈ ഒരു മാറ്റം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ രാജ്യത്താകെ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതി എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി നടപ്പിലാക്കിയത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് 10 കോടി കുടുംബങ്ങളിൽ 45 കോടി ആളുകൾക്ക് വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് യോജനയെക്കുറിച്ച് ഒരുമാതിരി എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഈ രാജ്യത്താകെ ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന
ഹോസ്പിറ്റൽ, അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും പറയാറില്ല. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരങ്ങളിൽ ലഭിക്കുന്നത് പോലെയുള്ള അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രികൾ ഉണ്ടാക്കണമെന്നത് ഈ സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. ഇന്ന് രാജ്യത്താകെ 1.5 ലക്ഷം ഗ്രാമങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് മോദി അമ്പലങ്ങൾ മാത്രം നിർമ്മിക്കുന്നുള്ളൂ, പ്രതിമകൾ മാത്രം നിർമ്മിക്കുന്നുള്ളൂ എന്നാണ്. അത് അവരുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമില്ല. ഞാൻ അധികാരത്തിൽ വന്നത് മുതൽ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഇതൊന്നും വാർത്തകളിൽ ഹെഡ്ലൈൻ ആവാറില്ല. സാധാരണ ടെസ്റ്റുകൾ മുതൽ പനി മുതൽ ഡയബറ്റിക് രോഗങ്ങൾ മുതൽ ക്യാൻസറിൻ്റെ വരെ പ്രാരംഭ ചികിത്സകൾ ഗ്രാമത്തിലെ ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കിയ ആശുപത്രികളാണ്. അതുമാത്രമല്ല, ഗ്രാമങ്ങളിലുള്ള ഈ ആശുപത്രികളെ ഡിജിറ്റലി നഗരങ്ങളിലെ വലിയ ആശുപത്രികളുമായി കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് രാജ്യത്ത് ടെലിമെഡിസിൻ സാങ്കേതികവിദ്യ എല്ലാ ഗ്രാമങ്ങളിലും സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ നടപ്പിലായി കഴിഞ്ഞു. നമ്മൾ UPI ട്രാൻസാക്ഷൻ മാത്രമാണ് ഡിജിറ്റൽ വിപ്ലവമായി പറയുന്നത്. ഇതും ഡിജിറ്റൽ വിപ്ലവമാണ്. ഈ സഞ്ജീവനി എന്ന ടെലിമെഡിസിൻ സംവിധാനം. ഈ സഞ്ജീവനി ആപ്പ് വഴി നമ്മുടെ രാജ്യത്താകെ ഗ്രാമങ്ങളിലെ 24 കോടി പേർ ഈ സഞ്ജീവനി ആപ്പ് ഉപയോഗിച്ച് ഡോക്ടറിൻ്റെ സേവനം സൗജന്യമായി നേടിക്കഴിഞ്ഞു. 24 കോടി. വളരെ വലിയ മാറ്റമാണ് ഗവേണൻസിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്താകെ പിന്നോക്ക ജില്ലകളെന്ന് മുൻ സർക്കാരുകൾ പരിഹസിച്ച് മാറ്റി നിർത്തിയിരുന്ന 100-ലധികം ജില്ലകളെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി. ഇന്ന് അത്തരം പിന്നോക്ക ജില്ലകൾ രാജ്യത്തെ പ്രധാനപ്പെട്ട വികസിത ജില്ലകളോട് മത്സരിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. അത് ഈ സർക്കാരിൻ്റെ പ്രത്യേകമുള്ള ശ്രദ്ധ കാരണമാണ്. ഇന്നത് ജില്ലയിൽ നിന്ന് മാറ്റി രാജ്യത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ബ്ലോക്കുകൾ കൂടി കണ്ടെത്തി അവർക്ക് വേണ്ടി കൂടി പുതിയ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം പറയാം. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുൻ സർക്കാരുകൾ ഏതോ പിന്നോക്ക മേഖലയായി കണ്ട് അവിടേക്കാരും പോകുക പോലുമില്ലായിരുന്നു. ഞാൻ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ പ്രത്യേകമായൊരു നിർദ്ദേശം എൻ്റെ മന്ത്രിമാർക്ക് നൽകിയിരുന്നു. ഓരോ 15 ദിവസത്തിൽ ഒരു മന്ത്രിയെങ്കിലും നോർത്ത് ഈസ്റ്റ് മേഖലയിൽ പോയി താമസിക്കണം. അവിടുത്തെ ജില്ലാ ആസ്ഥാനത്തിലല്ല, ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോയി വെറുതെ പോയിട്ട് വന്നാൽ പോരാ, ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്തിട്ട് വരണം. അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നെ അറിയിക്കണം. അതായിരുന്നു എൻ്റെ തീരുമാനം. എൻ്റെ മന്ത്രിമാർ 686 തവണ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയി താമസിച്ച് വന്ന് എനിക്ക് റിപ്പോർട്ട് നൽകി. പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ഞാൻ ഈ രാജ്യത്തെ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും കൂടി എത്ര തവണ നോർത്ത് ഈസ്റ്റിൽ പോയിട്ടുണ്ടോ അതിൻ്റെ പല മടങ്ങ് തവണ ഞാൻ മാത്രം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ ചെലവഴിച്ചു. ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾനാടൻ ഗ്രാമങ്ങളെ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങൾ എന്ന് പരിഗണിച്ച് ഇകഴ്ത്തിയിരുന്നു. ഞാൻ ആ ചിന്താഗതി മാറ്റുന്നതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ അവസാനത്തെ ഗ്രാമം എന്ന് പറയുന്നത് എൻ്റെ കണക്കിൽ ആദ്യത്തെ ഗ്രാമമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ആ ഗ്രാമത്തെയാണെന്ന് ഞാൻ സങ്കല്പിച്ചു. ഇങ്ങേറ്റത്തുള്ള മറ്റു ഗ്രാമത്തെ സൂര്യൻ അസ്തമനത്തിന് മുമ്പ് അവസാനം തഴുകിപ്പോകുന്ന ഗ്രാമമാണെന്ന് ഞാൻ സങ്കല്പിച്ചു. ആ രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ചിന്താഗതിയിൽ ഞാൻ മാറ്റമുണ്ടാക്കി. കേന്ദ്രമന്ത്രിമാർ ഇത്തരം ഗ്രാമങ്ങളിൽ പോയി ആളുകളോടൊപ്പം താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അങ്ങനെയാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല. ഭാരതത്തിൻ്റെ പൂർണ്ണമായ മാറ്റം. എൻ്റെ രാജ്യം വികസിക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും വികസിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. എൻ്റെ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു. അതാണ് ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത. തിരഞ്ഞെടുപ്പുകൾ വരും പോകും. ഈ രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ചില പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി പുതിയ മന്ത്രാലയങ്ങൾ കൊണ്ടുവന്ന് മന്ത്രിമാരെ കൊണ്ടുവന്ന് ആ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി പ്രവർത്തിച്ചത് ഇന്ത്യയിൽ ഒരു മാധ്യമങ്ങളും വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല. ഞാൻ പുതിയ ചില മന്ത്രാലയങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പുതിയ മന്ത്രാലയം കൊണ്ടുവന്നു. അതിനൊരു മന്ത്രിയും. മൃഗപരിപാലനത്തിനും മത്സ്യബന്ധനത്തിനും വേണ്ടി പ്രത്യേക മന്ത്രാലയം കൊണ്ടുവന്നു. അതിനൊരു മന്ത്രിയും. സഹകരണ മേഖലയ്ക്ക് വേണ്ടി പുതിയൊരു മന്ത്രാലയം കൊണ്ടുവന്നു. അമിത്ഷായെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആദ്യമായി സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പദ്ധതി ഈ സർക്കാരാണ് കൊണ്ടുവന്നത്. ലക്ഷക്കണക്കിന് യുവതിയുവാക്കൾക്ക് മെച്ചപ്പെട്ട സാങ്കേതിക മേഖലയിൽ തൊഴിൽ വൈദഗ്ധ്യം ലഭിച്ചു. ഞാനതിനെ 4ാം തലമുറയിലെ വ്യാവസായിക വിപ്ലവമായാണ് കാണുന്നത്. മത്സ്യ ഉൽപ്പാദനം, കയറ്റുമതി രാജ്യത്ത് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലധികമായി മാറി. നിങ്ങൾക്ക് മറ്റൊരു കാര്യം കേട്ടാൽ കൂടുതൽ അതിശയം തോന്നും. നിങ്ങൾക്കെല്ലാവർക്കും കോവിഡ് വാക്സിൻ ലഭിച്ചല്ലോ.
കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതെല്ലാം ഓർമ്മയുണ്ടാകും. എന്നാൽ ഈ രാജ്യത്തെ കന്നുകാലികൾക്ക് വേണ്ടി വലിയൊരു വാക്സിനേഷൻ ഡ്രൈവ് ഞാൻ നടത്തി പൂർത്തിയാക്കി. പശുവിൻ്റെ വാക്സിനേഷന് വേണ്ടി 15,000 കോടി രൂപയാണ് ഈ സർക്കാർ മുടക്കിയത്. അതായത് മരത്തിൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും മനുഷ്യൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ജീവനവും ആരോഗ്യവും ഒരുപോലെ തന്നെയാണ്. അത് സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ പ്രകൃതിയും നിലനിൽക്കൂ. അത് മുന്നോട്ട് വെക്കാൻ ഭാരതത്തിന് മാത്രമേ കഴിയൂ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷകർക്ക് മാത്രമല്ല, മൃഗപരിപാലനം നടത്തുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽപ്പെട്ടവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ബാങ്കുകൾ ലോൺ നൽകാൻ തുടങ്ങി. അതും ഈ സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. രാജ്യത്താകെ 60,000 സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു അതിൻ്റെ കമ്പ്യൂട്ടറൈസേഷനും പൂർത്തിയാക്കി രജിസ്ട്രേഷനും പൂർത്തിയാക്കി പ്രവർത്തിക്കുന്നു. 60,000 സഹകരണ സംഘങ്ങൾ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലാണതൊക്കെ. സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭരണശാലകളുടെ നെറ്റ്വർക്ക് ഈ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഭാരതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 2 ലക്ഷം ഗോഡൗണുകളാണ് ഈ രാജ്യത്താകെ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന വാർത്തയാണ്, മഴ കാരണം ധാന്യങ്ങൾ ശേഖരിക്കാൻ പറ്റിയില്ല, ചീത്തയായിപ്പോയി, പച്ചക്കറി സംഭരിക്കാൻ പറ്റിയില്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ ചീത്തയാവുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നശിച്ചു പോയി എന്നൊക്കെ. ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്നതല്ല, തീർച്ചയായും അത് വാർത്തയാകേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് പരിഹാരം എന്തായിരുന്നു? അതിന് പരിഹാരമെന്നത് ഇതുപോലുള്ള സംഭരണശാലകളായിരുന്നു. ചിലയിടത്ത് AC വേണമെങ്കിൽ AC, ചിലയിടത്ത് ഡ്രൈ സ്റ്റോറുകൾ വേണമെങ്കിൽ അത്തരം സംഭരണശാലകൾ. അങ്ങനെയുള്ള 2 ലക്ഷം സംഭരണശാലകൾ ഈ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ഈ രാജ്യത്താകെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതുപക്ഷേ മാധ്യമങ്ങളിൽ വാർത്തയല്ല. ഈ സംഭരണശാലകൾ ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നത് ഈ രാജ്യത്തെ കർഷകർക്കാണ്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ചീത്തയാകാതെ സംഭരിക്കാൻ കഴിയും. വില കുറവാകുന്ന കാലത്തും ശേഖരിച്ചു വെക്കാൻ കഴിയും. വില കൂടുന്ന സമയത്ത് വിറ്റ് അധിക ലാഭം ഉണ്ടാക്കാൻ കഴിയും. ഈ രാജ്യത്തെ കർഷകർക്ക് ഗുണപ്രദമാകുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഈ രാജ്യത്തെ എത്ര മാധ്യമങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്? എനിക്ക് ഒരു സംശയവുമില്ലാതെ ഉറപ്പായി പറയാൻ കഴിയും, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങളിൽ ആരും ഈസ് ഓഫ് ലിവിങ് എന്നൊരു വാക്ക് പോലും കേട്ടിട്ടുണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് RK ലക്ഷ്മണൻ്റെ കാർട്ടൂൺ വഴി മാത്രമാണ് പലർക്കും പരിചയം. ഞാൻ അവരോടൊപ്പം ജീവിച്ചിട്ട് വന്ന ആളാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിൽ വലിയ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് എൻ്റേത്. ഞാൻ ചില കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു പാസ്പോർട്ട് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 50-55 ദിവസം വേണ്ടി വരുമായിരുന്നു. അതുമാത്രമല്ല, അത് ലഭിക്കുന്നതിന് വേണ്ടി പോലീസുകാർക്ക് കൈക്കൂലിയും കൈമടക്കും കൊടുക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ. അതുമാത്രമല്ല, ഈ 50 ദിവസത്തിൽ നിങ്ങൾ 50-ൽ കൂടുതൽ തവണ ഫോൺ ചെയ്യണം, അവിടെ പോയി അന്വേഷിക്കണം. അതിനുവേണ്ടി ഒരുപാട് സമയം ചിലവാക്കേണ്ടി വരുമായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. ഇന്ന് ഒരു പാസ്പോർട്ട് ലഭിക്കാൻ കേവലം 5-6 ദിവസം മതി. അതുമാത്രമല്ല, അത് നിങ്ങളുടെ വീട്ടുപടിക്കൽ പോസ്റ്റ്മാൻ എത്തിച്ചു തരികയും ചെയ്യും. ഉദ്യോഗസ്ഥർ അതേ ആളുകൾ തന്നെയാണ്, ഫയലുകളും പഴയത് തന്നെയാണ്, അതിനുവേണ്ടി ചെലവാക്കുന്ന പണവും ഏതാണ്ട് പഴയത് തന്നെയാണ്. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഈസ് ഓഫ് ലിവിങ് ഉണ്ടാകുന്നതിന് വേണ്ടി സർക്കാർ മനഃപൂർവ്വം ശ്രമിച്ചു. അതിനുവേണ്ടി സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ സിസ്റ്റത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലുമെല്ലാം സർക്കാർ ഇടപെട്ടു, മാറ്റങ്ങൾ വരുത്തി. 2014 മുമ്പ് രാജ്യത്താകെ വെറും 77 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. രാജ്യത്താകെ വെറും 77. ഇന്ന് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത് 550-ലധികം പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ 4 വശവും കണ്ണു തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 2014 മുമ്പ് ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് ഡേറ്റ് കുറഞ്ഞത് 93 ദിവസമായിരുന്നു ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് ലഭിക്കുന്നത്. ഈ 93 ദിവസം എന്ന് പറഞ്ഞത് തന്നെ ചില ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോഴോ ചില പിടിപാടുള്ളവർക്കോ മാത്രം ലഭിക്കുന്നതാണ്. അല്ലാത്തവർക്ക് 2, 3, 4 വർഷത്തിന് ശേഷം വരെ ലഭിച്ച കഥകളും പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഇൻകം ടാക്സ് റീഫണ്ട് ലഭിക്കുന്നത് വെറും 10 ദിവസത്തിനുള്ളിലാണ്. 2014 മുമ്പ് ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഒരു വാഹനം കുറഞ്ഞത് 12 മിനിറ്റ് വരെയായിരുന്നു. ഇന്ന് എൻ്റെ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഫാസ്ടാഗ് സംവിധാനം കൊണ്ടുവന്നതിന് ശേഷം ടോൾ പ്ലാസകളിൽ ഒരു വാഹനം വെയിറ്റ് ചെയ്യേണ്ടത് വെറും
30 മുതൽ 36 സെക്കൻഡുകൾ വരെ മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കാലം മുതലുള്ള പീനൽ കോഡായിരുന്നു നിലവിൽ നിന്നിരുന്നത്. ആ പീനൽ കോഡിൻ്റെ അടിസ്ഥാനം എന്നത് ശിക്ഷ മാത്രമായിരുന്നു, നീതി ഉണ്ടായിരുന്നില്ല. കാരണം അത് ഇംഗ്ലീഷുകാരുടെ ചിന്താഗതിയിലുണ്ടായതാണ്. നമ്മളെ ശിക്ഷിക്കാൻ മാത്രമായിരുന്നു അവർക്ക് താല്പര്യം. അവർ പോയതിന് ശേഷവും അതേ നിയമങ്ങൾ തുടർന്നിരുന്നു. എൻ്റെ സർക്കാർ വന്നതിന് ശേഷം പീനൽ കോഡിൽ നിയമഭേദഗതി വരുത്തി പാർലമെൻറ്റിൽ പാസാക്കി. അതിൻ്റെ ഫലമായി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വളരെ വേഗത്തിൽ അവർക്ക് നീതി ലഭിക്കുന്നതിനുള്ള രീതിയിൽ പരിവർത്തനമുണ്ടാക്കി. കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ഈ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന 1500-ലധികം നിയമങ്ങൾ ഞാൻ എടുത്തു കളഞ്ഞു. അതുമാത്രമല്ല, ഈ രാജ്യത്ത് എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കോപ്പി കൊണ്ടുവരൂ, അതുകൊണ്ടൊരു പറയിൽ വേറൊരു കോപ്പി കൊണ്ടുവരൂ, അതുകൊണ്ടൊരു പറയും നിങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള കൺസെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരൂ. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ടാകും. ഈ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അത്തരം 40,000 കംപ്ലയിൻസുകൾ വേണ്ടെന്ന് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 40,000 അനാവശ്യമായ ആ കോപ്പി ഈ കോപ്പി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിരുന്ന പല കോപ്പികളും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ ഡിജിറ്റലി സർക്കാരിൻ്റെ കയ്യിലുള്ള റെക്കോർഡുകളാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ കോപ്പി കൊണ്ടുവരുന്നത്? ആ രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സമയത്തിന് ഞാൻ വില കൽപ്പിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കേണ്ടത്, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് വരുന്ന ജനങ്ങൾക്ക് ക്യൂ പോലും നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. വൈദ്യുതി ബില്ലടയ്ക്കാനാവട്ടെ, വെള്ളത്തിൻ്റെ കരമടയ്ക്കാനാകട്ടെ, ഭൂമിയുടെ കരമടയ്ക്കാനാകട്ടെ, സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനാകട്ടെ, ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാകട്ടെ, എല്ലാത്തിനും അതെല്ലാം ഞാൻ ഓൺലൈൻ സംവിധാനത്തിലാക്കി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പോലും നിങ്ങൾക്ക് വലിയ ക്യൂ കാണാൻ കഴിയില്ല. രാജ്യം മാറിക്കഴിഞ്ഞു. കേവലം സമയലാഭം ഉണ്ടാക്കി കൊടുത്തു എന്ന് കരുതി സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവരുടെ ചെലവുകൾ കഴിഞ്ഞ് കുറച്ച് പൈസ അവരുടെ പോക്കറ്റിൽ ബാക്കിയുണ്ടാകണം. എന്നാൽ മാത്രമാണ് ഒരു സാധാരണക്കാരന് സന്തോഷകരമായി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുക. അതിനുവേണ്ടി അങ്ങനെ സാധാരണക്കാരുടെ കയ്യിൽ കുറച്ച് പണമെങ്കിലും ബാക്കി ഉണ്ടാകുന്നതിന് വേണ്ടി ഈ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണം പറയാം. 2014 മുമ്പ് ഈ രാജ്യത്ത് 2 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ നികുതി അടയ്ക്കണമായിരുന്നു സർക്കാരിന്. എന്നാൽ ഇന്ന് 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾ നികുതി അടയ്ക്കേണ്ടതില്ല. വളരെ വലിയ കാര്യമല്ലേ സർക്കാർ ചെയ്തത്? സുഹൃത്തുക്കളെ, ഒന്ന് കൈയടിക്കൂ. നിങ്ങൾക്കല്ലേ പൈസയിൽ ലാഭമുണ്ടായത്. എനിക്കൊരു കയ്യടിയും വേണ്ട കേട്ടോ. ഞാനിത് പറഞ്ഞത് എൻ്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം മാറിക്കോട്ടെ എന്ന് കരുതിയാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പ്രഭാഷണങ്ങളിൽ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കെങ്ങനെ താല്പര്യമുണ്ടാകാനാണ് അല്ലേ? ഈ നേരിട്ടുള്ള നികുതിയിൽ മാത്രം ഈ സർക്കാർ വരുത്തിയ ഇളവുകൾ കാരണം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് 1.5 ലക്ഷം കോടി രൂപയാണ് ലാഭമുണ്ടായത്. 1.5 ലക്ഷം കോടി രൂപ. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, വെറും റെയിൽവേ ടിക്കറ്റുകളുടെ മാത്രം കണക്കെടുത്താൽ ഗവൺമെൻറ് സബ്സിഡി നൽകിയത് 4.5 ലക്ഷം കോടി രൂപയാണ് റെയിൽവേ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രം. സീനിയർ സിറ്റിസൻസിനാവട്ടെ, അംഗവൈകല്യമുള്ളവർക്കാകട്ടെ, ആ രീതിയിൽ നടത്തിയ സബ്സിഡികൾ മാത്രം. ഈ പണം സാധാരണക്കാരുടെ കയ്യിൽ, പാവപ്പെട്ടവരുടെ കയ്യിൽ ബാക്കി ഉണ്ടാവേണ്ടതല്ലേ? കാരണം ഇതൊക്കെ സർക്കാരിന് മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നതാണ്. മറ്റൊരു കാര്യം, സ്വച്ഛ് ഭാരത് അഭിയാൻ. തീർച്ചയായും ആ കാര്യത്തിൽ എനിക്ക് മാധ്യമങ്ങളോട് വലിയ നന്ദിയുണ്ട്. കാരണം സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് വേണ്ടി അവരാലാവുന്ന തരത്തിൽ എല്ലാ പിന്തുണയും നൽകി. അവർ തീർച്ചയായും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പണത്തിൻ്റെ ലാഭമുണ്ടായി. എങ്ങനെയെന്നല്ലേ ഞാൻ പറയാം. സ്വച്ഛ് ഭാരത് അഭിയാൻ വഴി ഈ രാജ്യമാകെ ഇപ്പോൾ വൃത്തിയുള്ളതായി. എല്ലാവർക്കും ടോയ്ലറ്റ് ലഭിച്ചു. അത് കാരണം ജനങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റമുണ്ടായി, രോഗങ്ങൾ കുറഞ്ഞു. കോവിഡ് കാലത്ത് പോലും നമുക്ക് വലിയ നേട്ടമുണ്ടായത് വൃത്തിയുണ്ടായതുകൊണ്ടാണ്. അതിനെക്കുറിച്ചൊരു കേസ് സ്റ്റഡിയിൽ പറയുന്നത്, സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം മാത്രം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് രോഗമുക്തമാകുന്നതിന് വേണ്ടി 60,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. കാരണം അത്രയും രോഗങ്ങൾ ഈ രാജ്യത്ത് കുറഞ്ഞു. ഇതുമാത്രമല്ല, ആയുഷ്മാൻ ഭാരത് യോജന, ആ പദ്ധതി പ്രകാരം 1 രൂപ പോലും കൊടുക്കാതെ ഇന്ന് രാജ്യത്തെ സാധാരണക്കാർക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ കഴിയുന്നു. അത് കാരണം സാധാരണക്കാർക്ക് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് ലാഭമുണ്ടായത്. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തെ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ. സാധാരണക്കാർക്ക് ആവശ്യം വേണ്ട മരുന്നുകൾ 80% സബ്സിഡി നിരക്കിൽ സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ നടപ്പിലാക്കിയതാണ്. അത് കാരണം സാധാരണക്കാർ, പാവപ്പെട്ടവർ അവരുടെ പോക്കറ്റിൽ നിന്നും മരുന്നിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്ന പണത്തിൽ നിന്ന് 30,000 കോടി രൂപയാണ് കുറവ് വന്നത്.
30,000 കോടി രൂപയാണ് അവർക്ക് ലാഭമുണ്ടായത് ഈ മരുന്ന് വാങ്ങിയതിൽ സർക്കാർ നൽകിയ ഈ ഡിസ്കൗണ്ടിൻ്റെ പേരിൽ. എന്നെ കേൾക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് നേരിട്ട് ലഭിച്ച ഒരു ലാഭത്തിൻ്റെ കണക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മൊബൈൽ ഡേറ്റയിൽ തന്നെ ആയിരക്കണക്കിന് രൂപ നിങ്ങൾക്ക് ലാഭമുണ്ടായി. പക്ഷേ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവില്ല, കാരണം മറന്നുപോകും, സ്വാഭാവികമാണ്. ഈ മാധ്യമങ്ങളാണെങ്കിൽ നിങ്ങളോടത് പറയാറുമില്ല. 10 വർഷത്തിന് മുമ്പ് മൊബൈൽ ഡേറ്റ 1 GB-ക്ക് 250 രൂപ കൊടുക്കണമായിരുന്നു. 250 per 1 GB, അതായിരുന്നു ഇവിടുത്തെ കണക്ക്. പക്ഷേ ഇപ്പോൾ 10 രൂപയിൽ താഴെ മതി 1 GB-ക്ക്. ആ കണക്കിലാണ് നിങ്ങൾ വാങ്ങുന്നത്. 250 രൂപയിൽ നിന്ന് 10 രൂപയിൽ താഴേക്ക്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഉപയോഗം കണക്കിലെടുത്താൽ ഏതാണ്ട് 3000-3500 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് ലാഭമുണ്ടായത്. ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾ ഓരോരുത്തർക്കും 50,000 രൂപയാണ് ലാഭം. ഈ സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി നിങ്ങൾക്ക് ഇത്രയും രൂപ ലാഭമുണ്ടായെന്ന് ഞാൻ പറഞ്ഞതാണ്. വല്ലപ്പോഴുമെങ്കിലും ഈ കാര്യമൊക്കെ നിങ്ങൾ ഓർക്കണം കേട്ടോ.